ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഒത്തിരി നാളായി നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് ലോങ് വീഡിയോസ്, ഷോർട്സ് വീഡിയോസ് ഇടുന്നുണ്ടായിരുന്നു. ലോങ് വീഡിയോസ് എഡിറ്റ് ചെയ്യാനൊക്കെ ഉള്ള സമയക്കുറവൊക്കെ കൊണ്ട് ആണ് ഇടാഞ്ഞത്. ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, എക്സാം ഇടയ്ക്ക് വന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കിലൊക്കെ തിരക്കും കാര്യങ്ങളൊക്കെ കൊണ്ട് ലോങ് വീഡിയോസ് ഒഴിവാക്കിയതാണ് കേട്ടോ. ഇനിയപ്പോൾ അതൊക്കെ എല്ലാം ഒഴിവാക്കിയിട്ട് കണ്ടിന്യൂസൊക്കെ വീഡിയോ ഇടുന്നതാണ്. ഇന്ന് നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ 10 രൂപ മാത്രം മുടക്കിയിട്ട് ഇതുപോലത്തെ പഴയ കേടായ കാർഡ്ബോർഡ് പീസ് കൊണ്ട് അടിപൊളി ഒരു ഗിഫ്റ്റ് ഐഡിയ ഉണ്ടാക്കണം കേട്ടോ. ഇന്നെൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ആൾക്കൊരു സർപ്രൈസ് ഗിഫ്റ്റും കൂടി ഉണ്ടാക്കുന്നൊരു വീഡിയോ ആണ് കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് എല്ലാവരും കണ്ടു നോക്കുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ. അതിനാദ്യം ഇതുപോലത്തെ ഒരു കാർഡ്ബോർഡ് പീസ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ കാർഡ്ബോർഡ് പീസിൽ ഞാൻ ഇതുപോലൊരു സർക്കിൾ ഷേപ്പ് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുവാണേ. അപ്പോൾ ഈ സർക്കിൾ ഷേപ്പ് ഞാനിപ്പോൾ അടയാളപ്പെടുത്തിയിരിക്കുന്ന പ്ലേറ്റില്ലേ, ഒരു വലിയ പ്ലേറ്റും ഒരു ചെറിയ പ്ലേറ്റും വെച്ചിട്ടാണ് ഇതുപോലെ അടയാളപ്പെടുത്തിയത്. അപ്പോൾ അത് വെച്ചിട്ട് ഇതുപോലത്തെ ഒരു ബ്ലേഡ് വെച്ചിട്ട് ഞാനിതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അതാണ് നമ്മൾ ഫ്രെയിമായിട്ട് ഉപയോഗിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഇതുപോലെ സൈഡൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ടിഷ്യൂ പേപ്പറിൽ കുറച്ച് ഫെവിക്കോൾ വെച്ചിട്ട് ഇതുപോലെ ഫുള്ളൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, ഇതുമാണ് നമ്മളെ 10 രൂപയുടെ സാധനം. വേറെ ഒന്നുള്ളൊരു കളർ പ്രിൻ്റാണ്. ഞങ്ങളെ ഫോട്ടോയും കുറച്ച് കോഡ്സും കൂടി എഴുതിയേക്കുന്നൊരു പ്രിൻ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരുപോലെ ഒറ്റ ഫോട്ടോയിൽ എടുക്കുകയാണെങ്കിൽ, ഒറ്റ പ്രിൻ്റ് എടുക്കുകയാണെങ്കിൽ എത്ര ഫോട്ടോ വേണമെങ്കിലും നമുക്ക് 10 രൂപയ്ക്ക് കിട്ടും കേട്ടോ. അങ്ങനെ ഈ ഫോട്ടോസൊക്കെ ഞാൻ ഇതുപോലെ വെട്ടിയെടുക്കുവാണ്. ശകലം ഒന്ന് ഗ്യാപ്പ് വിട്ടിട്ട് ബാക്ക്ഗ്രൗണ്ട് വിട്ടിട്ട് ഞാൻ വെട്ടിയെടുക്കുവാണേ. അടുത്ത സ്റ്റെപ്പ് നമ്മൾ ഫ്രെയിം റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അതിനായിട്ട് ഫ്രെയിമിലേക്ക് നമ്മളിതുപോലെ ഫെവിക്കോളൊന്ന് തേച്ച് കൊടുത്തിട്ട്, ഞാനിവിടെ എടുത്തേക്കുന്ന പോപ്കോൺ സീഡാണ്. പണ്ട് കേടായി വെച്ചിരുന്നതാണ്. ഇത് വെച്ചിട്ട് മുന്നേ നമ്മൾ ക്രാഫ്റ്റൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കി വന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഫെവിക്കോൾ ഉപയോഗിച്ച് ഒട്ടിച്ചിട്ട് ഞാൻ ഇതുപോലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ആ പോപ്കോൺ സീഡ് വെച്ച് കൊടുക്കുവാണ് കേട്ടോ. അങ്ങനെ ഫുള്ള് ഒട്ടിച്ച് കൊടുക്കുന്നില്ല, ഇടയ്ക്കിൽ ഞാൻ ഇതുപോലെ പിസ്ത ഷെല്ലും വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് ഒട്ടിച്ച് ഉണങ്ങാൻ വെച്ച ശേഷം നമ്മൾ ബാക്ക്ഗ്രൗണ്ട് റെഡിയാക്കുവാണ്. ഇതുപോലത്തെ ഒരു കാർഡ്ബോർഡ് ഷീറ്റിൽ വൈറ്റ് പേപ്പർ ഒട്ടിച്ചിട്ട് ബാക്ക്ഗ്രൗണ്ട് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ സംഭവം ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കളർ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ബേസ് പോപ്കോണിൽ റോസ് കളറും നമ്മൾ ആ പിസ്ത ഷെല്ലിൽ ഗ്രീൻ കളറുമാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഫുള്ള് ഞാനിതുപോലെ കളറ് കൊടുക്കുവാണേ. അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ആ ഫ്രെയിമില്ലേ, അത് നമ്മൾ ഈ ഒരു കാർഡ്ബോർഡ് ഷീറ്റിലേക്ക് നമ്മൾ ബേസിലേക്ക് ഫെവിക്കോൾ ഉപയോഗിച്ചിട്ട് തന്നെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഫ്രെയിമൊക്കെ ഒട്ടിച്ച് സൈഡൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കളറില്ലാത്ത ഭാഗത്ത് കളറൊക്കെ ഒന്ന് അടിച്ച് കൊടുത്തിട്ട് ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഫൈനലായിട്ട് നമ്മൾ ഫ്രെയിമിലേക്ക് നമ്മൾ ഫോട്ടോസൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ സിമ്പിളാണ്, 10 രൂപ മാത്രം മതി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ആൾ.